ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നിറവിലേക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും ദൈവജനമായി നിൽക്കുവാൻ കർത്താവ് നല്ല അവസരത്തിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. നാം ചിന്തിച്ചുകൊണ്ടിരുന്ന അതേ വിഷയം വീണ്ടും തുടരുവാൻ താല്പര്യപ്പെടുന്നു. ഗലാത്യലേഖനം 6-ാം അധ്യായം 7-ാം വാക്യം വീണ്ടും വായിക്കുന്നു. വഞ്ചനപ്പെടാതിരിപ്പിൻ. വഞ്ചകൻ ആരെന്നുള്ളതൊക്കെ ചിന്തിച്ചു. വഞ്ചകൻ്റെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് ചിന്തിച്ചു. അവരെ എങ്ങനെ തിരിച്ചറിയാം എന്ന് ഞാൻ ചിന്തിച്ചു. വഞ്ചനയെക്കുറിച്ച് ഇവിടെ പറയുന്ന ഒരു വഞ്ചിക്കപ്പെടരുത്. അത് രണ്ട് രീതിയിലുണ്ട്. മനുഷ്യരെ വഞ്ചിക്കുന്നതാകാം, വ്യക്തികളെ. ഏതായാലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്, ആത്യന്തികമായി അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സാത്താന്യ ശക്തിയാണ്. അപ്പോൾ വഞ്ചിക്കപ്പെടരുത്, ഒരാളിനാൽ വഞ്ചിക്കപ്പെടരുത്, അല്ലെങ്കിൽ ഒരു ആശയത്താൽ വഞ്ചിക്കപ്പെടരുത്, സ്വയം വഞ്ചിക്കപ്പെടരുത്, തന്നെത്താൻ വഞ്ചിക്കരുത്. ആദ്യം തന്നെത്താൻ വഞ്ചിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. വേദപുസ്തകത്തിൽ ഏതെങ്കിലും ഭാഗത്ത് പറയുന്നുണ്ടോ എന്ന് നോക്കാം. ഗലാത്യലേഖനം 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ താൻ അല്പനായിരിക്കെ മാനാകുന്നു എന്ന് ഒരുത്തൻ നിരൂപിച്ചാൽ തന്നെത്താൻ വഞ്ചിക്കുന്നു. സ്വയവഞ്ചന അല്ലെങ്കിൽ ആത്മവഞ്ചന അതെന്താണ്? അത് POCയിൽ ഇങ്ങനെയാണ്. ഞാൻ വാക്യം തന്നെ വായിക്കാം. ഒരുവൻ താൻ ഒന്നുമല്ലാതിരിക്കെ എന്തോ ആണെന്ന് ഭാവിക്കുന്നു എങ്കിൽ അവൻ തന്നെ വഞ്ചിക്കുന്നു. നോക്കണം, ഞാനൊന്നുമല്ല, പക്ഷേ എന്തോ ആണെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ കടന്നുകൂടിയാൽ ഞാൻ എന്നെ തന്നെയാണ് വഞ്ചിക്കുന്നത്. ഇങ്ങനെയുള്ള അനേകരെ നമുക്ക് കാണാം. പഴയ നമ്മുടെ ഭാഷാന്തരത്തിൽ താൻ അല്പനായിരിക്കെ മഹാനാകുന്നു എന്ന് നിരൂപിച്ചാൽ താൻ വഞ്ചിക്കുന്നു. അപ്പോൾ സ്വയവഞ്ചനയാണത്. എൻ്റെ നിരൂപണങ്ങളാൽ അല്ലെങ്കിൽ എൻ്റെ ചിന്തയാൽ ഞാൻ വഞ്ചിക്കപ്പെടുക. പിശാച് അങ്ങനെ എന്നെ സ്വാധീനിക്കും, അങ്ങനെ എന്നെ ചിന്തിപ്പിക്കും. മാത്രമല്ല, ഗലാത്യലേഖനം 6-ാം അധ്യായം 7-ാം വാക്യം വീണ്ടും വായിക്കുന്നു. വഞ്ചനപ്പെടാതിരിപ്പിൻ. ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അവിടെ ഈ പരിഹസിച്ചുകൂടാന്നുള്ള അർത്ഥം ശരിയാണ്, അത് പഴയ ഭാഷയാണ്. 7-ാം വാക്യം POCയിൽ നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാനാവില്ല, മനുഷ്യൻ വിധിക്കുന്നത് തന്നെ കൊയ്യും. അപ്പോൾ ദൈവത്തെ അല്ലെങ്കിൽ ദൈവത്തെ മോക്കുക, അതെങ്ങനെയാണ് സാധിക്കുക? അപ്പോൾ വളരെ ഗൗരവമായി ഒരു കാര്യം നമ്മോട് ഒരാൾ പറയുമ്പോൾ നാം അതിനെ നിസ്സാരമായി എടുത്താൽ പറയുന്ന ആളെ നാം പരിഹസിക്കുക. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ. ദൈവം ഗൗരവമായി, അത്യന്തം ഗൗരവമായി നമ്മളോട് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നമ്മുടെ നിത്യതയെ ബാധിക്കുന്ന വിഷയമാണ് കർത്താവ് നമ്മോട് പറയുന്നത്, നമ്മുടെ ഭാവിയെ ബാധിക്കുന്ന. പക്ഷേ നമ്മളതിനെ നിസ്സാരമായിട്ട് പിന്നെ എന്താ വലിയ കാര്യം, അതിന് നിസ്സാരമായി കണക്കാക്കുക. പക്ഷേ ഒരു കാര്യം, അപ്പോഴും വഞ്ചിക്കപ്പെടുന്ന നാമാണ്. കാര്യം, ദൈവം പരിഹാസ്യനാകുന്നില്ല. ഇംഗ്ലീഷിൽ ഗാഡ് ഈസ് നോട്ട് മോക്ഡ്. ദൈവം പരിഹാസ്യനാകുന്നില്ല, പരിഹസിക്കപ്പെടുന്ന നാമാണ്. അല്ലെങ്കിൽ ദൈവവചനത്തിന് അർഹിക്കുന്ന സ്ഥാനം നാം കൊടുക്കുന്നില്ല എങ്കിൽ, അർഹിക്കുന്ന പരിഗണന കൊടുക്കുന്നില്ല എങ്കിൽ നാം നമ്മെ തന്നെയാണ് ചെയ്യുന്നത്. മാത്രമല്ല, 1 കൊരിന്ത്യർ 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നു. നോക്കുക, 1 കൊരിന്ത്യർ 3-ാം അധ്യായം 18-ാം വാക്യം. ആരും തന്നെത്താൻ വഞ്ചിക്കരുത്. താൻ ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് നിങ്ങൾ ആർക്കെങ്കിലും തോന്നിയാൽ അവൻ ജ്ഞാനിയാകേണ്ടതിന് പോഷനായിത്തീരട്ടെ. ഞാൻ പണ്ഡിതനാ, ഞാൻ അറിവുള്ളവനാ എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ, എനിക്കറിയാം സാധാരണ കുട്ടികളോട്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പിള്ളേരോടൊക്കെ എന്തെങ്കിലും കാര്യം പറയും, പെട്ടെന്ന് അവർ പറയുന്ന പറയും, അതിനോ എന്ത് അതിനോ എനിക്കറിയാം, ഉടനെ പറയാം എനിക്കറിയാം.
അത് ഇന്നത്തെ കാലത്തെ ഒരു പ്രവണതയാണ്. വിദേശ രാജ്യങ്ങളെ കുട്ടികളൊക്കെ സംസാരിക്കുമ്പോൾ അതിനോ അങ്കിൾ അതിനോ എനിക്കറിയാം. അത് നമ്മുടെ നാട്ടിലും വ്യാപകമായിട്ടുണ്ട്. അപ്പോൾ POCയിൽ അത് പറയുന്നത് ആ വാക്യം ഇങ്ങനെയാണ്: ആരും ആത്മവഞ്ചന ചെയ്യാതിരിക്കട്ടെ. ആരെങ്കിലും ഈ ലോകത്തിൽ ജ്ഞാനിയെന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് തന്നെ ഭോഷനാക്കട്ടെ. ഇന്ന് വിദ്യാഭ്യാസത്തിന് ഞാൻ ഒരിക്കലും എതിരില്ല. എനിക്കിപ്പോഴും ഉള്ളിലൊരു സ്വകാര്യ ദുഃഖമുണ്ട്. കുറച്ചുകൂടെ പഠിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല, സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ്. കാരണം ഞാൻ ഡിഗ്രിക്ക് പോയത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല. പ്രതികൂലങ്ങൾ വളരെയുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഞാൻ കിടക്കുന്നത് ഇപ്പോഴും മുകളിലോട്ട് പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ദുഃഖം എനിക്കുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ പറയും മാക്സിമം പഠിക്കണം എന്നാണ് എൻ്റെ കൊച്ചുമക്കളോട് വരെ ഞാൻ പറയുക. ഒരിക്കലും അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല. എന്നാൽ ആത്മീയ മണ്ഡലത്തിലൊരു പ്രവണത ഇന്ന് കാണുന്നുണ്ട്. ഇല്ലാത്ത ബിരുദമുണ്ടെന്ന് കാണിച്ച് എന്തോ വലിയ സംഭവമാണെന്ന് കാണിക്കുന്ന ഒരു പ്രവണത ഇന്ന് ധാരാളമുണ്ട്. എത്ര ജ്ഞാനിയാണെങ്കിലും ദൈവ വെളിപ്പാടില്ല എങ്കിൽ ആ ജ്ഞാനം കൊണ്ടൊരു പ്രയോജനവുമില്ല. അപ്പോൾ തന്നെത്താൻ ആത്മവഞ്ചന ചെയ്യുന്ന അവസ്ഥ എങ്ങനെയാണ്? ജ്ഞാനി എന്ന് തോന്നിയാൽ, താൻ ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് നിങ്ങൾ ആർക്കെങ്കിലും തോന്നിയാൽ അവൻ ജ്ഞാനിയാകേണ്ടുന്ന പോഷനായി തീരട്ടെ. വിദ്യാഭ്യാസം നല്ലതാണ്, പക്ഷേ അത് ദൈവം തന്നു, ദൈവനാമ മഹത്വത്തിന്. അങ്ങനല്ലല്ലോ നല്ലൊരു ശതമാനവും ഇന്ന് കരുതുന്നത്. എന്തോ ആണെന്നുള്ള ഭാവമല്ലേ? ആത്മീയ രംഗത്ത് പ്രസംഗങ്ങളിൽ പോലും അത് കാണുന്നില്ലേ? വ്യാജബിരുദം കുത്തിത്തിരികി ഇല്ലാത്ത ഉണ്ടെന്ന് കാണിക്കുന്ന പ്രവണത ലോകത്തിൽ ഇന്ന് നമ്മുടെ മധ്യയില്ലേ? തന്നെത്താൻ വഞ്ചിക്കുകയാണ്. മാത്രമല്ല യാക്കോബ് 1-ാം അധ്യായത്തിൽ യാക്കോബ് പറയുന്നത് നമുക്ക് നോക്കാം. ഏതാണ്ട് അവിടെ 3 പ്രാവശ്യം വഞ്ചിക്കപ്പെടുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങളിൽ ഒരുവൻ തൻ്റെ നാവിനെ കണിഞ്ഞാണ്ടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തി നിന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. അതിൻ്റെ 22-ാം വാക്യം: എങ്കിലും വചനം കേൾക്കുമാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ. വചനം കേൾക്കുമാത്രം ചെയ്തുകൊണ്ട്, നല്ല പ്രസംഗം, ഞാൻ കേട്ടു, ദൈവത്തിൻ്റെ ആത്മാവാ സംസാരിച്ച്, നല്ല ദൂത എന്ന് പറഞ്ഞേച്ച് മാർക്കിട്ടങ്ങ് പോയാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു എന്നല്ലേ വാക്യത്തിൻ്റെ അർത്ഥം. വചനം കേൾക്കുക മാത്രം ചെയ്യാതെ ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായി ഇരിപ്പിൻ. അല്ലെങ്കിൽ ദൈവവചനം കേട്ടിട്ടും അതിനെ അനുസരിക്കാതെ അത് നിസ്സാരമായിട്ടങ്ങ് മാറ്റിവിട്ടാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. അപ്പോൾ ഒന്നുമല്ലാത്തവൻ മഹാനാണെന്ന് ചിന്തിച്ചാൽ താൻ വഞ്ചിക്കുന്നു. ദൈവത്തെ എന്തായാലും ദൈവത്തെ പരിഹസിക്കുന്ന പോലെ അത് നിസ്സാരമായി എണ്ണിയാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. വചനം കേട്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമായിരുന്നാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. മാത്രമല്ല 1 കൊരിന്ത്യർ 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ദാസൻ പറയുന്നത് ശ്രദ്ധിക്കുക: അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്നറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. എന്താണ്? ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിക്ഷണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഒരുപക്ഷെ നമുക്കതിൽ പറയുന്ന എല്ലാത്തിലും എല്ലാം ഒന്നുമില്ല, ശരി. പക്ഷേ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിലോ, ഏതെങ്കിലും ഒന്ന് ജീവിതത്തിലുണ്ടെങ്കിലോ
നാം ദ്രവ്യാഗ്രഹികളാണെങ്കിലോ, ഭാവിഷ്ഠാനക്കാരാണെങ്കിലോ, ദുർനടപ്പുകാരാണെങ്കിലോ, ഹോമോസെക്ഷലാണെങ്കിലോ, ദൈവവചനം പറയും തങ്ങളെ തന്നെ വഞ്ചിക്കരുത്. ഈ കഴിഞ്ഞിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ പലരെക്കുറിച്ചും വളരെ വളരെ എന്തിനു പറയുന്നു, വളരെ വിശദമായ ചർച്ചകൾ നടന്നാണ്. ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. പാപത്തെ ന്യായീകരിക്കുന്ന, ജീവിതത്തിലുള്ള പാപശീലങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ കരുണയ്ക്കായി അപേക്ഷിച്ച് യഥാസ്ഥാനപ്പെട്ട് ജീവിക്കുന്നതിന് പകരം പാപശീലങ്ങൾ വീണ്ടും തുടർന്നുവെങ്കിൽ അവർ തങ്ങളെ തന്നെ വഞ്ചിക്കുകയാണ്. ഞാൻ പറയുന്നതല്ല, ദൈവവചനം പറയുന്നതാണ്. പറയുന്നല്ലോ, ഈ പ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് പറ്റത്തുമില്ല. എന്നെ കർത്താവ് വിളിച്ചപ്പോൾ എന്നോട് കർശനമായിട്ട് പറഞ്ഞു ഒരു വാക്യമാണ്. തീമോഥെയോസിൻ്റെ 2-ാം ലേഖനത്തിൽ നിന്ന് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നതായി നിൽപ്പാൻ അഭ്യസിക്കുക. മലയാളം ഭാഷാന്തരത്തിൽ ശ്രമിക്കുക എന്നാണ്. ഇംഗ്ലീഷ് സ്റ്റഡി ടു ഷോ ദൈ സെൽഫ് അപ്രൂവ്ഡ് അണ്ടർ ഗോഡ്. അഭ്യസിക്കുക. അപ്പോൾ ഇതുവരെ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഭയമാണ് എനിക്ക്. ദൈവം പറയും തന്നെ വഞ്ചിക്കരുതേ. നാം അന്യായം ചെയ്താൽ ദൈവരാജ്യം കാണത്തില്ല. വാങ്ങിച്ച കൊടുക്കാതെ, വാക്ക് പാലിക്കാതെ വഞ്ചന ചെയ്യുന്ന ഉപദേശകന്മാർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. ഇന്നത്തെ നമ്മുടെ ആളുകളുടെ കൃപയുടെ ഡെഫിനിഷനിൽ, നിർവചനത്തിൽ ഇതൊക്കെ ഭയങ്കരമായിട്ട് തോന്നിയേക്കാം. പക്ഷേ ദൈവം ഇതിന് മാറ്റമില്ലല്ലോ. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. അവർ തങ്ങളെ തന്നെ വഞ്ചിക്കുകയാണ്. അതിനോട് ചേർന്നാണ് ഇത് പൗലോസ് പറഞ്ഞത്. മറ്റുള്ളവരെ ദുഃഖിപ്പിച്ചാലും എൻ്റെ കാര്യം നടന്നാൽ മതി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ പേരിൽ ഒരു നിരപരാധിയുടെ കണ്ണുനീർ വീണാൽ എനിക്കും എൻ്റെ സന്തതിയും ശുഭമാകില്ലെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. പലർക്കും ഇന്ന് ആ ബോധമൊന്നുമില്ല. ഹൃദയം മരവിച്ചു, കഠിനപ്പെട്ടു, സ്വയനീതിയിൽ ആശ്രയിച്ച് വഞ്ചിക്കപ്പെട്ട് അവർ ജീവിക്കുന്നു. എന്നാൽ സ്വയവഞ്ചന, ആത്മവഞ്ചനയാണ്. നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. മാത്രമല്ല, ബാക്കി കാര്യങ്ങൾ വീണ്ടും ഞാൻ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതേതെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ അവരവിടെ കാണത്തില്ല. അപ്പോൾ ദൈവത്തെ തുച്ഛീകരിക്കുക, അവഗണിക്കുക, ദൈവത്തെ അനുസരിക്കാതിരിക്കുക, തന്നെത്താൻ മഹാനെന്ന് ചിന്തിക്കുക, തന്നെത്താൻ അറിവുള്ളവൻ ജ്ഞാനിയാണെന്ന് ചിന്തിക്കുക, ദൈവത്തെ പരിഹസിക്കുക, അല്ലെങ്കിൽ അതൊക്കെ എങ്ങനെ കിടക്കുമെന്ന് പറഞ്ഞ് നിസ്സാരമായി എണ്ണുക. ഇതെല്ലാം ആത്മവഞ്ചനയാണ്. നാം വഞ്ചിക്കപ്പെടരുത്. മാത്രമല്ല, എഫേസ്യരിലെ 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ സ്വയവഞ്ചനയുടെ ചില കാര്യങ്ങളാണ് ഞാൻ ചിന്തിച്ച്. അവിടുന്ന് മാത്രമല്ല, വഞ്ചിക്കപ്പെടുക, പുറത്തു നിന്നുള്ള ശക്തികൾ വഞ്ചിക്കരുത്. ഇപ്പം നാം ചിന്തിച്ച അകത്തുനിന്ന് നമ്മിൽ തന്നെയാണ്. എഫേസ്യരിലെ 5-ാം അധ്യായത്തിൽ കർശനമായ ചില കാര്യങ്ങൾ പറയുന്നു. വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. മറ്റുള്ളവർ നമ്മളെ വഞ്ചിക്കരുത്. എങ്ങനെ? വ്യർത്ഥ വാക്കുകൾ, കഥയില്ലാത്ത വാക്കുകളാൽ. എന്താണത്? കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും പൗലോസ് പറയുന്നു, 5-ാം വാക്യം, ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദൈവാഗ്രഹി, ഇവർക്ക് ആർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോസ്തലനാണെങ്കിലും പാസ്റ്ററാണെങ്കിലും പ്രവാചകനാണെങ്കിലും എല്ലാവർക്കും ഇത് ബാധകമാണ്. സാധാരണ വിശ്വാസിയാണെങ്കിലും എല്ലാവർക്കും ബാധകമാണ്. വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഏതാണ്? 4-ാം വാക്യം കുറച്ചുകൂടെ ഗൗരവമായിട്ടുണ്ട്. 3-ാം വാക്യത്തിൽ പറയുന്നു, ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പറക പോലും അരുത്. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം.
ദുർനടപ്പ്, യാതൊരു അശുദ്ധി, അത്യാഗ്രഹം, ദൈവ്യാഗ്രഹം നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. ഇന്ന് ആധുനിക സഭയിൽ ഇതൊന്നുമില്ലല്ലോ അല്ലേ? സ്തോത്രം. ഇതൊന്നുമില്ലാത്തതിനായി സ്തോത്രം. എന്നിട്ട് പറഞ്ഞു, ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്ത ഒന്നും അരുത്. ഇന്നത്തെ ആത്മീയ സ്റ്റേജുകൾ കാണുന്നത് എന്താണ്? പല പ്രസംഗങ്ങൾക്കും പോയി ചിരിച്ച് മണ്ണ് കപ്പുകല്ലേ. സമയം പോയത് അറിഞ്ഞില്ല. എന്ത് രസമാണ്, എന്ത് നല്ല രസകരമായ തമാശ. നമുക്ക് ജഡത്തിന് അത് ആനന്ദമായി തോന്നാം, പക്ഷേ നമ്മുടെ ആത്മാവ് ദുഃഖിക്കുകയാണെന്നുള്ളത് നാം ചിന്തിക്കുന്നില്ലല്ലോ. ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, മറ്റുള്ളവരെ ഉന്നമിച്ചുള്ള വാക്കുകൾ, അങ്ങനെ എന്തിനു പറയുന്നു? ആത്മീയ മണ്ഡലം ഇളകി മറിയുകയല്ലേ. സ്തോത്രമത്രേ വേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്ക് ആർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കുക എന്ന് പറഞ്ഞിട്ട്, ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. ഞാൻ കൂടുതൽ വിശദീകരിക്കാതെ തന്നെ അത് വ്യക്തമാണല്ലോ, സ്പഷ്ടമാണല്ലോ. ഈ വക നിമിത്തം, ഏത് നിമിത്തം? മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ നിമിത്തം, ചേർച്ചയല്ലാത്ത, വിശുദ്ധന്മാർക്ക് യോജ്യമല്ലാത്ത വാക്കുകൾ നിമിത്തം, പ്രവൃത്തി നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. വ്യർത്ഥവാക്കുകളാൽ, അല്ലെങ്കിൽ ഒന്നുമില്ലെന്നേ, സാരമില്ലെന്നേ, എല്ലാം വിശുദ്ധിയാ എന്ന് ധരിക്കരുതേ. മാത്രമല്ല, കൊലോസ്യലേഖനത്തിൽ വേറെ പ്രയോഗമാണ്. കൊലോസ്യലേഖനം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ അവിടെ ഈ 3 പ്രാവശ്യം വഞ്ചിക്കപ്പെട്ടതെന്ന് പറഞ്ഞിരിക്കുന്നതാണ്. 3 പ്രാവശ്യം. 4-ാം വാക്യം, വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാൻ ഇത് പറയുന്നു. വശീകരണ വാക്ക്. തെസ്സലോനിക്കയിലെ വിശ്വാസികളോട് പറഞ്ഞത് ദ്രവ്യാഗ്രഹത്തിൻ്റെ കൗശലം. വേണ്ടേ? 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം 6-ാം വാക്യം, നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഒരിക്കലും മോസ്തുതിയോ ദൈവ്യാഗ്രഹത്തിൻ്റെ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല, ദൈവം സാക്ഷി. എന്നാൽ ഇന്ന് കാണുന്നതോ വശീകരണ വാക്കുകൊണ്ട് എവിടെയും കാണുന്നതല്ലേ വശീകരണ വാക്ക്. ഞാൻ വിവരിക്കാതെ തന്നെ പ്രിയപ്പെട്ടവർക്ക് ഇതിൻ്റെ അർത്ഥം അറിയാമല്ലോ. മാത്രമല്ല, കൊലോസ്യർ 2:8 പിന്നെയും പറഞ്ഞു, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം, ലോകത്തിൻ്റെ ആദ്യപാഠങ്ങൾക്ക് ഒത്തവണ്ണമല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമല്ല. തത്വജ്ഞാനവും വെറും വഞ്ചനയും, ഫിലോസഫീസ്. ഇന്ന് ആത്മീയ മണ്ഡലങ്ങളിൽ, ആത്മീയ സ്റ്റേജുകളിൽ നാം കാണുന്നതും കേൾക്കുന്നതും ദൈവത്തിന് നിർമ്മല ഉപദേശമോ അതോ ലോകത്തിന് തത്വജ്ഞാനമോ? അത് വശീകരിക്കുന്ന, വഞ്ചിക്കുന്ന വാക്കുകളാണ്. മാത്രമല്ല, ഞാൻ മുന്നോട്ട് നീങ്ങട്ടെ. അതിൻ്റെ 18-ാം വാക്യത്തിൽ, താഴ്മയിലും ദൂരന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങൾ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസ്സിനാൽ വെറുതെ ചേർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുത് തെറ്റിക്കരുത്. എത്ര വ്യക്തമായിട്ട്! തലയെ മുറുകെ പിടിക്കാതിരിക്കുന്നവൻ, അവൻ ആരും നിങ്ങളെ വിരുത് തെറ്റിക്കരുത്. മറ്റു വാക്കിൽ പറഞ്ഞാൽ നിങ്ങളെ തെറ്റിക്കരുത്, നിങ്ങളെ വഞ്ചിക്കരുത്. തലയെ മുറുകെ പിടിക്കാതിരിക്കുന്ന, കർത്താവുമായി ശരിയായി ബന്ധമില്ലാത്ത, ക്രിസ്തുവാകുന്ന തലയോട് ശരിയായി ബന്ധമില്ലാത്ത ഏതൊരു വ്യക്തിയും മറ്റുള്ളവരെ തെറ്റിക്കും. അതാണല്ലോ തീമോഥെയോസിൽ പറഞ്ഞത്, ചിലരുടെ വിശ്വാസം മറിച്ച് കളഞ്ഞു. ചിലർ സത്യം വിട്ട് തെറ്റി, മറ്റ് ചിലരുടെ വിശ്വാസം മറിച്ച് കളഞ്ഞു. ഇന്നും ഇക്കാലത്ത് നടക്കുന്നല്ലോ വഞ്ചിക്കപ്പെട്ടത്. അത് പറഞ്ഞില്ലേ, ഞാൻ വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്. തത്വജ്ഞാനം, ഫിലോസഫികളും വലിയ 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 തത്വങ്ങളും കൊണ്ട്, വഞ്ചന കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയരുത്.
തലയെ മുറുകെ പിടിക്കാതിരിക്കുന്നത്. സ്വന്തം ചുരുക്കി പറഞ്ഞാൽ അത് ഈ ഒരു താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കലും രസിച്ച് സ്വന്തം ദർശനങ്ങൾ പ്രവേശിക്കുകയും തൻ്റെ ജഡ മനസ്സിനാൽ വെറുതെ ചേർക്കുകയും. അവിടെ വാഴ്ച മുഴുവൻ ജഡമാണ്. അവർ നിങ്ങളെ വിരുദ്ധ തെറ്റിക്കരുത്, നിങ്ങളെ പറ്റിക്കരുത്, നിങ്ങൾ വഴിതെറ്റി പോകരുത്. മാത്രമല്ല യാക്കോബിൻ്റെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരാം. യാക്കോബ് ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യം, എൻ്റെ പ്രിയ സഹോദരന്മാരെ വഞ്ചിക്കപ്പെടരുത്. യാക്കോബ് പറഞ്ഞ ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പിറന്നു. എന്നിട്ടാണ് പറഞ്ഞത്, എൻ്റെ പ്രിയ സഹോദരന്മാരെ വഞ്ചിക്കപ്പെടരുതേ. അപ്പോൾ വശീകരിക്കപ്പെടുക എന്തുകൊണ്ട്? സ്വന്തം മോഹത്താൽ വശീകരിക്കപ്പെടുകയാൽ പരീക്ഷിക്കപ്പെടുന്നു. അങ്ങനെയുള്ള വ്യക്തി പാപം ചെയ്യുന്നു. അങ്ങനെയുള്ള വ്യക്തി മരണത്തിന് വിധേയനാകുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ പ്രസവിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരന്മാരെ വഞ്ചിക്കപ്പെടരുത്. എത്ര കർശനമായിട്ടാണ് വാസ്തവം പറഞ്ഞാൽ ഇന്ന് ആത്മീയ വേദികളിൽ, ആത്മീയ സദസ്സുകളിൽ ഇതൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. എല്ലാം നിന്നെ അനുഗ്രഹിക്കും, വാലല്ല തലയാക്കും, നിന്നെ ഇവിടെ ദേശത്തിലെ ഉന്നതകളിന്മേൽ വാനമേറ്റി ഓടുമാറാക്കും, നിനക്ക് അങ്ങനെയുള്ളത് തരും, നിനക്ക് ഇങ്ങനെയുള്ളത് തരും. ഇങ്ങനെ പറഞ്ഞ് മനുഷ്യരെ എല്ലാം കബളിപ്പിക്കുകയല്ലേ, മനുഷ്യരെ വഞ്ചിക്കുകയല്ലേ. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ വശീകരിക്കപ്പെട്ടിട്ട്. പരീക്ഷയുടെ കാരണം മാത്രമല്ല, അതിൻ്റെ ഉത്ഭവം, അതിൻ്റെ അവസാനം എന്താ? പാപത്തിലേക്ക് നയിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ പിറന്നു, ആത്മീയമായി മരിക്കുന്നു. തെളിച്ച് യാക്കോബ് പറഞ്ഞല്ലോ, ഈ നാളുകളിൽ നമ്മളേറെ ഈ വനത്തിൽ പല സ്ഥലങ്ങളിൽ വേറൊന്ന് 2 തിമോഥെയോസ് 3-ാം അധ്യായം 13-ാം വാക്യം, ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടവർ വഞ്ചിക്കും. യേശയ്യാപ്രവചനത്തിലൊരു വാക്യമുണ്ട് 44-ാം അധ്യായത്തിൽ, വഞ്ചിക്കപ്പെട്ട അവൻ്റെ ഹൃദയം അവനെ തെറ്റിച്ച് കളയും. അപ്പോൾ വഞ്ചിക്കുക മാത്രമല്ല, പത്രോസ് അതിനെക്കുറിച്ച് വേറെ പറയുന്നത് നോക്കാം. 2 പത്രോസ് 3-ാം അധ്യായം 17-ാം വാക്യം, എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുൻപ് കൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അധർമ്മികളുടെ, മറ്റു വാക്കിൽ പറഞ്ഞാൽ അനുസരണം കെട്ടവരുടെ, നിയമലംഘിക്കുന്നവരുടെ, പ്രമാണലംഘികളുടെ, കൽപ്പനാലംഘികളുടെ, അരാജകവാദികളുടെ. ശരിയായ അർത്ഥം അങ്ങനെ. അനുസരണമില്ലെങ്കിൽ പിന്നെ തോന്നിയ പോലെ അവരെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. എത്ര കർശനമായ വാണിംഗാണ്. അപ്പോൾ മാത്രമല്ല, 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യത്തിൽ ഇങ്ങനെ കാണാം, ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. അവിടെ വഞ്ചിക്കപ്പെട്ടിരുന്ന ആദ്യം ഞാൻ ആ വാക്യം വായിച്ചു. ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. എന്താ എൻ്റെ അർത്ഥം? അത് നമ്മുടെ പരിഭാഷ തെറ്റാണ്, മലയാളം. കാരണം ഈവിൾ കമ്മ്യൂണിക്കേഷൻ കറപ്റ്റ് ഗുഡ് മാനേഴ്സ്. POCയിൽ അത് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അവരെ വാക്യം തന്നെ വായിക്കാം. അധമമായ സംസർഗം സദാചാരങ്ങളെ ദൂഷിപ്പിക്കും. നിങ്ങൾ വഞ്ചിതരാകരുത്. അധമമായ സംസർഗം സദാചാരങ്ങളെ ദൂഷിപ്പിക്കും. അധമമായ സംസർഗം, ആകാത്ത സംസർഗം, ആകാത്തൊരുമായുള്ള കൂട്ടുകെട്ട്, ആകാത്തൊരുമായുള്ള സമ്പർക്കം സദാചാരങ്ങളെ ദൂഷിപ്പിക്കും. അപ്പോൾ വഞ്ചിക്കപ്പെടരുത്, ആകാത്ത കണികളിൽ അകപ്പെടരുത്, ആകാത്ത കണികളിൽ അകപ്പെടരുത്. ദൈവജനമേ, എത്ര വ്യക്തമായി, എത്ര ശക്തമായി ദൈവം നമുക്ക് മുന്നറിയിപ്പ്.
വഞ്ചിക്കപ്പെടരുത്. അപ്പോൾ വ്യർത്ഥവാക്കുകളാൽ നാം ചതിക്കരുത്. ആരും നിങ്ങളെ ചതിക്കരുത്. വശീകരണ വാക്കുകൊണ്ട് നമ്മളെ തെറ്റിക്കരുത്, കവർന്നു കളയരുത്. തത്വജ്ഞാനവും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്. നോക്കണം. മാത്രമല്ല, വ്യാജമായ അവകാശവാദങ്ങൾ, ഞാനാകുന്നു എന്ന് പറഞ്ഞ് മത്തായി 24-ാം അധ്യായത്തിൽ ഞാനാകുന്നു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെ എടുത്തുകൊണ്ട് വരും എന്ന് കർത്താവ് പറഞ്ഞു. ഞാനാകുന്നു, ഞാനാണ് ക്രിസ്തു. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ഒക്കെ ഇങ്ങനെ അതുപോലെ ഒത്തിരി പേര് വന്നല്ലോ. അവരുടെ പുറകെ ഒത്തിരി ആളുകൾ കൂടുകയും ചെയ്തു. ഞാനാണ് ക്രിസ്തു, ഞാനാണ് ക്രിസ്തു. അപ്പോൾ അവിടെയും പറഞ്ഞത് കർത്താവ് യേശു പറഞ്ഞു, ആരും നിങ്ങളെ വഞ്ചിക്കാതിരിപ്പാൻ സൂക്ഷിച്ചോളൂ. ദൈവജനമേ, ആകാത്ത കൂട്ടുകെട്ടിലകപ്പെട്ട് നമ്മുടെ സ്ഥിരത വിട്ടുപോകരുതേ. മാത്രമല്ല, മർക്കോസ് സുവിശേഷം 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ നമ്മെ ചതിക്കുന്ന വേറൊരാളിൻ്റെ കാര്യം എഴുതിയിട്ടുണ്ട്. ധനത്തിൻ്റെ വഞ്ചന, ധനം അത് നമ്മെ വഞ്ചിക്കുന്നതാണ്. ആര് പണത്തിൻ്റെ ആഗ്രഹം വെച്ചോൾ ദൈവ്യാഗ്രഹത്തിന് പുറകെ പോകുന്നോ അവൻ വഞ്ചിക്കപ്പെടും. അപ്പോൾ വ്യാജ വാഗ്ദാനങ്ങൾ എത്ര കർശനമായിട്ട് ദൈവാത്മാവ് എത്ര വ്യക്തമായി പറഞ്ഞു. വ്യർത്ഥവാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്, ആരും തന്നെത്താൻ വഞ്ചിക്കരുത്, അധർമ്മികളുടെ വഞ്ചനയിൽ നിങ്ങൾ കുടുങ്ങരുത്. വളരെ വളരെ വ്യക്തമായി എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. കുറേയേറെ ഈ ബന്ധത്തിൽ പറയാനുണ്ട്, പക്ഷേ വാക്കുകളെ ചുരുക്കട്ടെ. സാധാരണ ഈ മാധ്യമത്തിലായതുകൊണ്ട് ഞാനിത് പരമാവധി വാക്കുകളെ ചുരുക്കുകയാണ്. വഞ്ചിക്കപ്പെടരുത്, സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകരുത്. പത്രോസ് വ്യക്തമായിട്ട് പറഞ്ഞു, അധർമ്മയുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകരുത്. ആത്മവഞ്ചനയും വഞ്ചിക്കപ്പെടുകയും ചെയ്ത് വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും ദോഷത്തിൽ മുതിർന്നു നിന്ന കാലത്ത് പത്യോപദേശത്തിൽ ഉറച്ചു വന്നു ദൈവവചനത്തെ അനുസരിച്ച് ദൈവകൃപയിൽ ജീവിച്ചാൽ നമുക്ക് രക്ഷ പ്രാപിക്കാം. ഒരു കാര്യം കൂടെ പറയാണ്ട്, പക്ഷേ കർത്താവിന് ചോദിച്ചാൽ അത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. ആ വഞ്ചനയെക്കുറിച്ച് 4 വീഡിയോ ആയല്ലോ. ഇനി ഞാൻ അത് നിർത്തുകയാണ്. വഞ്ചനയിൽ നിന്ന് അല്ലെങ്കിൽ അതിനുള്ള പരിഹാരം, വഞ്ചിക്കപ്പെടുന്നതിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം എന്നൂടെ പറയണമെന്നുണ്ട് കർത്താവിന് ചോദിച്ചാൽ അത് പിന്നാലെ ആകട്ടെ. നാം വളരെ സൂക്ഷിക്കുക, തന്നെത്താൻ വഞ്ചിക്കരുത്, നാം വഞ്ചിക്കപ്പെടരുത്. ഒരു ശക്തിയും വിശ്വാസി നാം കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയെങ്കിൽ നമ്മുടെ പ്രതിഫലവും നമ്മുടെ സ്ഥാനവും നമ്മുടെ സ്വന്തം സ്ഥിരത വിട്ട് വീണ് പോകാതിരിപ്പാൻ നമുക്ക് സൂക്ഷിക്കാം. വഞ്ചിക്കപ്പെടരുത്. കർത്താവ് മുന്നറിയിപ്പ് തന്നു. ശിഷ്യന്മാർ വാസ്തവം പറഞ്ഞാൽ കർത്താവ് പോകുമ്പോഴല്ല, ആരംഭത്തെ മത്തായി 24 മാത്രമല്ല 7-ാം അധ്യായത്തിൽ തന്നെ മുന്നറിയിപ്പ് തന്നു. അപ്പോൾ മാത്രമല്ല തെളിച്ചു പറഞ്ഞു, അവരുടെ ഫലം കൊണ്ടൊന്നും നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. വഞ്ചകനെ തിരിച്ചറിയാൻ രംഗം പോകേണ്ട, അവരുടെ ജീവിത രീതി കാണുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാം. ആത്മവഞ്ചന ചെയ്യുക ദൈവവചനത്തെ അനുസരിച്ച്. ദൈവം നമ്മൾ സംസാരിക്കുന്നത് അവനെ കളിയാക്കി വിടുകയല്ല. ഇല്ല, ലോത്ത്, ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. ലോത്ത് സ്വതം നശിക്കുന്നതിനെക്കുറിച്ച് ചെന്ന് അവൻ്റെ മരുമക്കളോട് സംസാരിച്ചപ്പോൾ അവർക്ക് വെറും വാക്ക് പോലെ തോന്നി, അല്ലെങ്കിൽ തമാശ പോലെ തോന്നി. നേരം വെളുത്തുമ്പോൾ വിവരം അറിഞ്ഞു. ഇതുപോലെ ദൈവം നമ്മുടെ ഹൃദയമായി വാദിക്കും. ചിലപ്പോൾ മണ്ടത്തരമെന്ന് തോന്നും, പോഷത്വമാണെന്ന് തോന്നും, കടങ്കഥ പറയുന്നുവെന്ന് തോന്നും. പക്ഷേ അത് സംഭവിക്കുമ്പോൾ നാം അറിയും. ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരാതിരിക്കില്ല. താമസിക്കുന്നത് ദൈവത്തിൻ്റെ കരുണ അവൻ്റെ മനസ്സിൽ ആകയാൽ നമുക്ക് ശ്രദ്ധിക്കാം. വഞ്ചിക്കപ്പെടാതെ നമ്മെ സൂക്ഷിക്കാം, വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കാം, വഞ്ചകനെ തിരിച്ചറിയാം, അകറ്റി നിർത്താം. ആത്മീയമായി ബലം പ്രാപിച്ച് കർത്താവിനെ പ്രസാദിപ്പിച്ച് അവനോട് ചേരുവാൻ നമുക്കൊരുങ്ങാം. പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായ സ്തോത്രം. നാഥ, സ്വയം വഞ്ചിക്കപ്പെടുമെന്നും
മറ്റു വിധത്തിൽ വഞ്ചിക്കപ്പെടരുതെന്നും സവിസ്തരമായി ചിന്തിപ്പാൻ അവിടുത്തെ വചനത്തിൽ ധാരാളമായി ഉള്ളത് ഞങ്ങൾക്ക് ചിന്തിപ്പാൻ അവിടുന്ന് അവസരം തന്നല്ലോ. അതിനെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരാരും കർത്താവെ സ്വന്തം നിരൂപണങ്ങളിൽ കുടുങ്ങി, മറ്റുള്ള വഞ്ചകൻ്റെ സ്വാധീനത്തിൽ കുടുങ്ങി വഞ്ചിക്കപ്പെട്ടു പോകാതെ കൃപയിൽ ആശ്രയിച്ച് കർത്താവെ എങ്ങനെ പ്രസാദിപ്പിച്ച് കൃപയിൽ നിലനിൽക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. അതിനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് അവിടുന്ന് സംസാരിക്കണമേ. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.